ആഹാ, മുട്ടയും ഉണ്ടോ? എന്നതാ പേര് പറഞ്ഞേ? ബിരിയാണി. എന്നാ ഒരു മുടിഞ്ഞ പേരാ, ബിരിയാണിയെ. നാവിൽ രുചിയുടെ മേളമൊരുക്കുന്ന, ചുറ്റും സുഗന്ധം പരത്തുന്ന ഓൾ ടൈം ഫേവറേറ്റായ ബിരിയാണിയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാലോ? ബിരിയാണി ലവറായ തീറ്റപ്രാന്തന്മാരെ മെൻഷൻ ചെയ്യാനും അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. മന്തി അടക്കം പലരും വന്നുപോയിട്ടും ബിരിയാണിയുടെ തട്ട് താണ് തന്നെ ഇരിക്കുന്നു എന്നാണ് എൻ്റെ ഒരിത്. നിങ്ങളുടെ ഇഷ്ടഭക്ഷണം കമൻറ്റ് ചെയ്യണേ. കൂടുതൽ ഫാൻസ് ഏത് ഫുഡിനാണെന്ന് അറിയാമല്ലോ. ഈ സിറ്റിയിൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും. ബിരിയാണി എന്ന സ്വാദിൻ്റെ തുടക്കത്തിനെ പറ്റി പല കഥകളുണ്ട്. മലബാറിലെ ബിരിയാണിക്ക് പേർഷ്യൻ കച്ചവടക്കാരുമായും മുഗൾ ബിരിയാണിയുമായും ബന്ധമുണ്ട്. ചേര രാജാക്കന്മാരുടെ കാലത്തെ അരി മാംസ മിശ്രിതമായ ഊൺസോറ് എന്ന ഭക്ഷണവുമായും ബിരിയാണിക്ക് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ പേർഷ്യൻ, മുഗൾ, കേരള മിക്സാണ് ഇന്നത്തെ മലബാർ ബിരിയാണി. അതിൽ തന്നെ ഇല്ലാത്ത വെറൈറ്റി ഇല്ല. വെജ് ബിരിയാണി മുതൽ ചെമ്മീൻ ബിരിയാണി വരെ, കല്യാണ ബിരിയാണിയും കോഴിക്കോട് ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയും വേറെ, ദം ബിരിയാണിയും ദമ്മില്ലാത്ത ബിരിയാണിയും പുറമെ, എല്ലാത്തിനും വെറൈറ്റി സ്വാദുകൾ. നിങ്ങളുടെ ഇഷ്ട വെറൈറ്റി കമൻറ്റ് ചെയ്യൂ കേട്ടോ. മലബാറിലെ മുസ്ലിം വീടുകളിൽ നിന്നും പുറത്തേക്ക് വന്ന് ഇന്ന് കേരളത്തിലെ എല്ലാ കല്യാണങ്ങളിലും മറ്റു ഫംഗ്ഷനുകളിലും ഒരു പൊതുഭക്ഷണമായി ബിരിയാണി മാറിക്കഴിഞ്ഞിട്ട് കാലമേറെയായി. മലബാറിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും, ഏഷ്യയിലുടനീളം ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഭക്ഷണം ഒരുപക്ഷെ ബിരിയാണിയാണെന്നറിയാമല്ലോ. ആമ്പൂർ ബിരിയാണിയും ഹൈദരാബാദ് ബിരിയാണിയും കറാച്ചി ബിരിയാണിയും ഒക്കെ ഏറ്റവും ഫേമസ് ആയ ഭക്ഷണങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഹെൽത്ത് ബെനഫിറ്റ്സിലേക്ക് വരാം. പല നാട്ടിൽ പല രുചിയിൽ കിട്ടുന്ന ബിരിയാണി വ്യത്യസ്ത സുഗന്ധ വ്യഞ്ജനങ്ങളാൽ സമ്പന്നമാണല്ലോ. ജീരകം, തക്കോലം, ഏലം, ജാതിക്ക, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഗ്രാമ്പു, പട്ട, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി അടക്കം ആരോഗ്യദായകമായ സംഭവങ്ങളുടെ സമ്മേളനമാണ് ബിരിയാണി മസാല. ഇവയിൽ പലതും നീർക്കെട്ട് കുറയ്ക്കാനും പ്രതിരോധശേഷി കൂട്ടാനും ദഹനത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യം കൂട്ടാനും സഹായിക്കുന്നു. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറുകളും വൈറ്റമിൻസും ഒക്കെ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ പച്ചക്കറികളും ഇറച്ചിയും കൂടെ ആവുമ്പോൾ ഇതോടൊപ്പം മറ്റു ഘടകങ്ങളും പ്രോട്ടീനുകളും കൂടുന്നു. മറ്റൊരു കാര്യം, ടെൻഷൻ അടിച്ച് ഭ്രാന്തായിരിക്കുമ്പോൾ നല്ലൊരു ബിരിയാണി കിട്ടിയാൽ അതെല്ലാം മറന്നങ്ങ് പോവില്ലേ? ടെൻഷൻ ഫുഡടിച്ച് തീർക്കുന്ന ചങ്കുകളെ മെൻഷൻ ചെയ്യണേ. ഇത്രയൊക്കെ നേട്ടങ്ങൾ ബിരിയാണിക്ക് ഉണ്ടെങ്കിലും അധികമായാൽ പണി പാളും. അധികമായാൽ അമൃതും വിഷാണല്ലോ. എണ്ണയും കൊഴുപ്പും എരിവും ഉപ്പും കുറയ്ക്കണം. ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് വാരി വലിച്ച് തിന്നാൽ ഹൃദ്രോഗം, പ്രമേഹം, അമിതവണ്ണം, ദഹന പ്രശ്നങ്ങൾ ഒക്കെ വരാം. അപ്പോൾ ഒരു മയത്തിൽ മതി എന്നർത്ഥം. ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് നിങ്ങളെ ചങ്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.